ഹായ് ഡിയേഴ്സ്, +2 ബോർഡ് എക്സാമിനേഷൻ്റെ അവസാനഘട്ട പ്രിപ്പറേഷനിലാണല്ലോ നിങ്ങളെല്ലാവരും. +2 ബോർഡ് എക്സാമിനേഷന് ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദർശന അക്കാഡമിയുടെ ബോർഡ് ബസ്റ്റർ സീരീസിന്റെ കെമിസ്ട്രി സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന് ഞങ്ങൾ നെവർ ഗീവ് അപ്പ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ സീരീസിൽ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ 3 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, +2 ബോർഡ് എക്സാമിനേഷന് കെമിസ്ട്രിയിൽ മൊത്തം 10 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ ഫിസിക്കൽ കെമിസ്ട്രിയാണ്. പിന്നീട് വരുന്ന 2 ചാപ്റ്ററുകൾ ഇനോർഗാനിക് കെമിസ്ട്രി, അതിനുശേഷമുള്ള 5 ചാപ്റ്ററുകൾ ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഫിസിക്കൽ കെമിസ്ട്രിയിലെ ആദ്യത്തെ 3 ചാപ്റ്ററുകളായ സൊല്യൂഷൻ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഈ 3 ചാപ്റ്ററുകളുമാണ് ആദ്യത്തെ ഈ സീരീസിൽ കെമിസ്ട്രിയുടെ ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ ഈ ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യം അതിന്റെ വെയിറ്റേജ് അനാലിസിസിലേക്ക് പോകാം. ആദ്യത്തെ ചാപ്റ്ററായ സൊല്യൂഷൻ കെമിസ്ട്രിക്ക് സാധാരണ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. ഇലക്ട്രോ കെമിസ്ട്രി വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ 7 മാർക്കാണ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. കെമിക്കൽ കൈനറ്റിക്സിൽ 6 സ്കോറാണ് കെമിക്കൽ കൈനറ്റിക്സിന് സാധാരണയായി വരാറുള്ളത്. നമുക്ക് ആദ്യം വെയിറ്റേജ് നോക്കി, അതായത് 6, 6, 12, 7, 19 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ 3 ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്ററിൽ നിന്നുമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററായ സൊല്യൂഷൻ കെമിസ്ട്രിയിലേക്ക് കടക്കാം. സൊല്യൂഷൻ കെമിസ്ട്രി 2-ൽ കൂടുതലോ പരസ്പരം റിയാക്ട് ചെയ്യാത്ത നോൺ റിയാക്ടിങ് സബ്സ്റ്റൻസുകൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈനറി സൊല്യൂഷനുകളെയാണ് നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. സൊല്യൂഷൻസ് തന്നെ 2 കമ്പോണന്റുകളാണ് ചേർക്കുന്നതെങ്കിൽ അത് ബൈനറി സൊല്യൂഷൻസ് ആയിരിക്കും. 3 കമ്പോണന്റുകളാണെങ്കിൽ അത് ടെർണറി സൊല്യൂഷൻ ആയിരിക്കും. 4 ആണെങ്കിൽ അത് ക്വാട്ടർണറി സൊല്യൂഷൻസ് ആയിരിക്കും. നിങ്ങളുടെ +2 സിലബസിൽ നമുക്ക് ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയാണ് കൂടുതലായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ബൈനറി സൊല്യൂഷൻസിന്റെ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗം തന്നെ മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ടേംസുകളാണ്. അതായത് സൊല്യൂഷനുകളുടെ കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറേയേറെ പാരാമീറ്റേഴ്സുകളുണ്ട്. ആ പാരാമീറ്റേഴ്സുകളാണ് ഇവിടെ ആദ്യത്തെ ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തത് മാസ് പെർസെൻറ്റേജ്. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്യുമ്പോൾ മാസ് പെർസെൻറ്റേജ്. 2 വോളിയം പെർസെൻറ്റേജ്. വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്താൽ വോളിയം പെർസെൻറ്റേജ് ആയി. അടുത്തത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. 100 ml സൊല്യൂഷനിൽ എത്ര മാസ് സൊല്യൂട്ട് ഉണ്ട്, ആ മെഷർമെന്റ് ആണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. പിന്നീട് പാർട്സ് പെർ മില്യൺ. എക്സ്ട്രീംലി ഡയലൂട്ട് സൊല്യൂഷനുകളുടെ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് പാർട്സ് പെർ മില്യൺ. ദെൻ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1000 ml അല്ലെങ്കിൽ 1 liter ഓഫ് സൊല്യൂഷൻ. മൊളാലിറ്റി ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ 1 kilogram ഓഫ് സോൾവെന്റ് ആണ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 കമ്പോണന്റുകളുള്ള സബ്സ്റ്റൻസുകളാണ് എങ്കിൽ നമ്മൾ അതിലെ ഒന്നാമത്തെ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസും രണ്ടാമത്തെ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസും അറിയാമെങ്കിൽ ഏതൊരു കമ്പോണന്റിന്റെ ആണോ മോൾ ഫ്രാക്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണന്റ് പ്രസന്റ് ഇൻ ദി സൊല്യൂഷൻ, ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ. അപ്പം 7 കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന പാരാമീറ്ററുകളാണ് നിങ്ങൾക്ക് ഈ ഇയറിൽ, സെക്കൻഡ് ഇയറിൽ പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് ഇയറിൽ ഓൾറെഡി ആദ്യത്തെ 2-3 എണ്ണമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൊളാലിറ്റി, നോർമാലിറ്റി, മോൾ ഫ്രാക്ഷൻ ഒക്കെ ഫസ്റ്റ് ഇയറിലെ ബേസിക് കൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. അപ്പൊ 7 കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന പാരാമീറ്ററുകളാണ് ഈ വർഷത്തെ ഫസ്റ്റ് ചാപ്റ്ററായ സൊല്യൂഷൻ കെമിസ്ട്രിയിൽ ഉള്ളത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ന്യൂമറിക്കൽസ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്, ഇൻഡിപെൻഡന്റ്, അതൊക്കെയാണ് അവിടുന്ന് സാധാരണയായി ചോദിക്കാറുള്ളത്. അപ്പൊ അതിൽ അറിയേണ്ടത് വോളിയം പാരാമീറ്റേഴ്സ് ഉള്ള ടെക്നിക്കൽ ടേംസുകളെല്ലാം ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. വോളിയം പാരാമീറ്റേഴ്സ് ഇല്ലാത്തവരെല്ലാം ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ ആർ some methods for expressing concentration of solution. Which of these are temperature independent? ഇതിൽ ആരെല്ലാമാണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്? മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും എടുത്തിട്ടുണ്ട് എങ്കിൽ മോൾ ഫ്രാക്ഷനും മൊളാലിറ്റിയും ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. മൊളാലിറ്റി ടെമ്പറേച്ചർ ഡിപെൻഡന്റ് ആണ്. ഇനി what is mole fraction? Mole fraction of a component is the ratio of number of moles of that component to the total number of all the component present in the solution. അടുത്തൊരു ന്യൂമറിക്കൽ ആണ്. 3.2 gram മെത്തനോള് 4.6 gram എത്തനോളും കൂടെ മിക്സ് ചെയ്തു. ആ മിക്സ്ചറിനകത്തുള്ള
മെത്തനോളിന്റെയും എത്തനോളിന്റെയും മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ രണ്ടുപേരുടെയും മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ രണ്ടുപേരുടെ നമ്പർ ഓഫ് മോൾസ് അറിയണം. അതിനാണ് അവരുടെ ആറ്റമിക് വെയ്റ്റ്, അവരുടെ മോളിക്കുലാർ മാസ് 32ഉം 46ഉം കൊടുത്തിട്ടുണ്ട്. നമുക്കത് ചെയ്ത് നോക്കാം. ആദ്യം ഫസ്റ്റ് രണ്ട് ചോദ്യങ്ങളുടെ ആൻസർ ആണ്. മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. മോൾ ഫ്രാക്ഷന് ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആദ്യം അവരുടെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്തു. തന്നിരിക്കുന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് മോൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോന്നിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മോൾ ഫ്രാക്ഷൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് മെത്തനോൾ. മെത്തനോളിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ മെത്തനോളിന്റെ മോളിക്കുലാർ തന്നിരിക്കുന്ന വെയിറ്റ് ആയ 3.2 ഗ്രാം ഡിവൈഡഡ് ബൈ അതിന്റെ മോളിക്കുലാർ മാസ് 32.1 മോൾ എന്ന് കിട്ടും. എത്തനോൾ ആണെങ്കിലോ എത്തനോളിന്റെയും ഇതേപോലെ തന്നെ 4.6 ഡിവൈഡഡ് ബൈ 46 ചെയ്യുമ്പോൾ 0.1 കിട്ടും. അപ്പൊ രണ്ടുപേരുടെയും 0.1 ആണ്. അപ്പൊ 0.1 ഡിവൈഡഡ് ബൈ ടോട്ടൽ 0.2. സോ യു വിൽ ഗെറ്റ് 0.5 is the mole fraction of methanol and 0.5 will be exactly 0.5 will be the mole fraction of ethanol also. അപ്പൊ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ന്യൂമറിക്കൽസ് ആണ് ഈ ഭാഗത്ത് നിങ്ങൾ ആദ്യമായിട്ട് ഓർത്തു വെക്കേണ്ടത്, കോൺസെൻട്രേഷൻ ടൈമുമായിട്ട് കണക്ട് ചെയ്ത്. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഹെൻറീസ് ലോ ആണ്. ലോ എന്താണെന്നും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും അതിന്റെ ആപ്ലിക്കേഷനുമാണ് നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുകയാണ്. അപ്പൊ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനുകളുടെ സോലിബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ് is directly proportional to its mole fraction ആണ്. Partial pressure of gas in a liquid is directly proportional to its mole fraction of gas എന്ന് പറയാം. അപ്പൊ പാർഷ്യൽ പ്രഷർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈക്വൽസ് ടു KH into mole fraction of gas എന്ന് പറയാം. This is the mathematical expression for Henry's law. Henry's law യുടെ mathematical expression ആണ്. Partial pressure of gas dissolved in a liquid solvent is directly proportional to its mole fraction. Partial pressure of gas equals to KH into mole fraction of gas, where KH is called Henry's law constant. Henry's law constant എന്ന് വിളിക്കും. KH കൂടിക്കഴിഞ്ഞാൽ solubility കുറയും, KH കുറഞ്ഞു കഴിഞ്ഞാൽ solubility കൂടും. അത് ഓർത്തിരിക്കണം. ഹെൻറീസ് ലോയുമായിട്ട് കണക്ട് ചെയ്തിട്ട് മൂന്ന് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ: ഒന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെ മാനുഫാക്ചറിംഗിന് ഉപയോഗിക്കാം. രണ്ട് സ്ക്യൂബ ഡൈവേഴ്സ് സഫർ ചെയ്യുന്ന ബെൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹെൻറീസ് ലോ വഴിയാണ്. മൗണ്ടൻ ക്ലൈംബേഴ്സിന്റെ അനോക്സിയ എന്ന് പറയുന്ന ഓക്സിജന്റെ ലഭ്യത കുറവ് ഉണ്ടാകുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫിസിക്കൽ കണ്ടീഷനായ അനോക്സിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഇത് തന്നെ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ മൗണ്ടൻ ക്ലൈംബേഴ്സ് സഫർ ചെയ്യുന്ന സ്ക്യൂബ ഡൈവേഴ്സിന്റെയും ഇവരുടെ രണ്ടുപേരുടെയും സഫർ ചെയ്യുന്ന ബെൻസ്, അനോക്സിയ എന്നീ ഫിസിക്കൽ കണ്ടീഷനുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ ഇപ്പറഞ്ഞ ഇത് ഉപയോഗിച്ചിട്ടാണ്, ഹെൻറീസ് ലോ ഉപയോഗിച്ചിട്ടാണ്. അത് തന്നെയാണ് ഇതൊരു പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റൻ ആണ്. സ്റ്റേറ്റ് ഹെൻറീസ് ലോ രണ്ട് രീതിയിൽ എഴുതാം. ഒരു ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോലിബിലിറ്റി എന്ന് പറയുന്ന പ്രഷറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന് നിങ്ങൾക്ക് എഴുതാം. അല്ല എങ്കിൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ ദി സൊല്യൂഷൻ എഴുതാം. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനോട് എഴുതിയാൽ അത്രയും നല്ലത്. ഇനി രണ്ട് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ ഒന്ന് സ്ക്യൂബ ഡൈവേഴ്സ് സഫർ ചെയ്യുന്ന ബെൻസ് എഴുതാം. രണ്ട് മൗണ്ടൻ ക്ലൈംബേഴ്സിന്റെ അനോക്സിയയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ രണ്ട് ആപ്ലിക്കേഷൻ. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഹെൻറീസ് ലോയും അതിന്റെ ആപ്ലിക്കേഷനോടെ ചേർത്ത് വേണം പഠിക്കാൻ. അതിനുശേഷം റൗൾസ് ലോ. രണ്ട് വോളറ്റൈൽ ലിക്വിഡുകൾ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വോളറ്റൈൽ ലിക്വിഡുകൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മിക്സറിലുള്ള ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷന് പ്രപ്പോർഷണൽ ആണ്. Partial pressure of each component is directly proportional to their corresponding mole fraction. That is, A എന്ന് പറയുന്ന ലിക്വിഡിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എയുടെ മോൾ ഫ്രാക്ഷന് പ്രപ്പോർഷണൽ ആയിരിക്കും. ബിയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ബിയുടെ മോൾ ഫ്രാക്ഷന് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. P0A into chi A. PB equals to P0B into chi B. So the total pressure will be the sum of PA and PB. That will be equal to P0A into chi A plus P0B into chi B. This is the mathematical equation for Raoult's law. Raoult's law യുടെ mathematical equation ആണ്. അപ്പൊ Raoult's law 100% ആയത് ഏത് കോമ്പസിഷനിലും ഏത് കണ്ടീഷനിലും ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകൾക്ക് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. Ideal solutions are those solutions which completely obey Raoult's law at any composition and temperature and pressure.
അപ്പൊ റൗൾസ് ലോ 100% ഒബേ ചെയ്യുന്ന ഐഡിയൽ സൊല്യൂഷനാണ്. ഐഡിയൽ സൊല്യൂഷന്റെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഡെൽറ്റ വി മിക്സിംഗ് വിച്ച് ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു 0. അവരുടെ ബിഫോർ മിക്സിംഗിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ആഫ്റ്റർ മിക്സിംഗിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും രണ്ടും തുല്യമായിരിക്കും. അവർക്ക് എക്സാമ്പിൾ ആണ് ഹെക്സേൻ ഹെപ്റ്റേൻ മിക്സ്ചർ, ബെൻസീൻ ടോളുവീൻ മിക്സ്ചർ. ഇതെല്ലാം ഐഡിയൽ സൊല്യൂഷനുകളാണ്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കണം. ഐഡിയൽ സൊല്യൂഷൻ 100% റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനാണ്. ഐഡിയൽ സൊല്യൂഷനുകളുടെ ഇന്ററാക്ഷൻസ് എങ്ങനെയാണ് അത് അറിഞ്ഞിരിക്കണം. ഇനി റൗൾസ് ലോ 100% ഒബേ ചെയ്യാത്ത സൊല്യൂഷനുകളെ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. നോൺ ഐഡിയൽ സൊല്യൂഷനുകളാണെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സിംഗും ഡെൽറ്റ വി മിക്സിംഗും 0 ആയിരിക്കില്ല. അത് 0 ആയിരിക്കില്ല. ഡെൽറ്റ എച്ച് മിക്സിംഗ് ആൻഡ് ഡെൽറ്റ വി മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകളുമുണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്ന സൊല്യൂഷനുമുണ്ട്. ഇപ്പൊ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുമുണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുമുണ്ട്. ഇപ്പൊ നെഗറ്റീവ് ആദ്യം പോസിറ്റീവ് ഡീവിയേഷൻ, സൊല്യൂഷൻ വിച്ച് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ലിക്വിഡിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷറും അതിന്റെ ടോട്ടൽ പ്രഷറുകളും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എപ്പോഴും റൗൾസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലാണ്. അങ്ങനെയുള്ള സൊല്യൂഷനുകൾക്കാണ് നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള സൊല്യൂഷനുകളുടെ ഡെൽറ്റ എച്ച് മിക്സിംഗും ഡെൽറ്റ വി മിക്സിംഗും 0 ആയിരിക്കില്ല, 0യെക്കാട്ടിലും കൂടുതലായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതായത് റൗൾസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഡോട്ടഡ് ലൈനിൽ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ഗ്രാഫ്. അപ്പൊ റൗൾസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂവിനെക്കാട്ടിലും എപ്പോഴും കൂടുതലായിരിക്കും എക്സ്പെരിമെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എ ബി ഇന്ററാക്ഷൻ, അതായത് ബിഫോർ മിക്സിംഗിന്റെ ഇന്ററാക്ഷൻ എ ബി ബി ഇന്ററാക്ഷന് പവർ കൂടുതലായിരിക്കും. ആഫ്റ്റർ മിക്സിംഗിന്റെ എ ബി ഇന്ററാക്ഷൻ ഈസ് വീക്കർ ദാൻ എ ഓർ ബി ബി ഇന്ററാക്ഷൻ. എക്സാമ്പിൾ ആണ് എത്തനോൾ സൈക്ലോഹെക്സനോൺ, അസറ്റോൺ കാർബൺ ഡൈസൾഫൈഡ്, ബെൻസീൻ അസറ്റോൺ, ഈതർ അസറ്റോൺ, എത്തനോൾ വാട്ടർ മിക്സ്ചർ. ഇതെല്ലാം പോസിറ്റീവ് ഡീവിയേഷനുകൾക്ക് എക്സാമ്പിൾ ആണ്. നെഗറ്റീവ് ഡീവിയേഷൻ അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെഗറ്റീവ് ഡീവിയേഷൻ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഓർത്താൽ മതി. നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ടെമ്പറേച്ചറിലും പ്രഷറിലും റൗൾസ് ലോ ഒബേ ചെയ്യുന്നില്ല, നോൺ ഐഡിയൽ ആണ്. കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ എപ്പോഴും റൗൾസ് ലോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന കിട്ടുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷറിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതായത് എക്സ്പെരിമെന്റൽ വാല്യൂ ഇസ് സംവാട്ട് ലെസർ ദാൻ ദാസ് കാൽക്കുലേറ്റഡ് യൂസിങ് റൗൾസ് ലോ. അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് ഡീവിയേഷന്റെ ഡെൽറ്റ എച്ച് മിക്സിംഗും ഡെൽറ്റ വി മിക്സിംഗും നെഗറ്റീവ് ആയിരിക്കും. അതാണ് നെഗറ്റീവ് ഇടാൻ തന്നെ കാരണം, 0നെക്കാട്ടിലും കുറവായിരിക്കും. അവരുടെ എ ബി ഇന്ററാക്ഷൻ, അതായത് ആഫ്റ്റർ മിക്സിംഗ് ഇന്ററാക്ഷൻ ഈസ് മോർ പവർഫുൾ ദാൻ ബിഫോർ മിക്സിംഗ് ഇന്ററാക്ഷൻ. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 2-3 എക്സാമ്പിൾ ആണ്. അസറ്റോണും ക്ലോറോഫോമിന്റെ മിക്സ്ചറും, ഫീനോളും അനിലീന്റെ മിക്സ്ചറും, HCl വാട്ടർ, മിനറൽ ആസിഡ് പ്ലസ് വാട്ടർ മിക്സ്ചർ. ഇതെല്ലാം നെഗറ്റീവ് ഡീവിയേഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ റൗൾസ് ലോ പഠിക്കുമ്പോൾ നിങ്ങൾ ഒപ്പം ചേർത്ത് വെക്കേണ്ടതാണ് ഐഡിയൽ സൊല്യൂഷനുകളും നോൺ ഐഡിയൽ സൊല്യൂഷനും. രണ്ടും കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ. വിത്ത് എക്സാമ്പിൾ ആൻഡ് ഗ്രാഫ് ഉൾപ്പെടെ ഓർത്തിരിക്കണം. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു 2-3 ചോദ്യങ്ങളാണ് നമ്മൾ. ഇത് ബോർഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ബോർഡ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യത്തത് സ്റ്റേറ്റ് റൗൾസ് ലോ. അറിയാം എന്തായിരുന്നു റൗൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്? 2 വോളറ്റൈൽ ലിക്വിഡുകൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷനിലുള്ള ഇൻഡിവിജ്വൽ ആയ ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതാതിന്റെ മോൾ ഫ്രാക്ഷന് പ്രപ്പോർഷണൽ ആയിരിക്കും. അത് 2 വാട്ട് ആർ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. റൗൾസ് ലോ 100% ഒബേ ചെയ്യുന്ന ഏത് ടെമ്പറേച്ചറിലും ഏത് കോമ്പോസിഷനിലും റൗൾസ് ലോ 100% ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളാണ് ഐഡിയൽ സൊല്യൂഷനുകൾ. അങ്ങനെ അല്ലാത്ത സൊല്യൂഷനുകളാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ന്യൂമറിക്കലാണ്. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ് എ ആൻഡ് ബി തന്നിട്ടുണ്ട്. എയുടെ വേപ്പർ പ്രഷർ 400. നമുക്ക് വേണമെങ്കിൽ P0A 400, P0B 600. അപ്പൊ P0A തന്നിട്ടുണ്ട്, P0B തന്നിട്ടുണ്ട്. ഇനിയോ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി തന്നിട്ടുണ്ട്. അതായത് കൈ ബി 0.4 ആ. അങ്ങനെയാണെങ്കിൽ കൈ എ എത്രയായിരിക്കും? 0.6 അല്ലേ? രണ്ടുകൂടെ കൂട്ടിയാൽ 1 വരാവുള്ളൂ. സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൾ ദി കമ്പോണന്റ് പ്രസന്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു യൂണിറ്റി എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ കൈ ബി 0.4 ആണെങ്കിൽ കൈ എ 0.6 ആ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവരുടെ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. ശരിയല്ലേ? ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിരുന്നു റൗൾസ് ലോ എന്താണെന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഒബേ ചെയ്യുന്നവർ ഐഡിയൽ, ഒബേ ചെയ്യാത്തവർ നോൺ ഐഡിയൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ന്യൂമറിക്കലാണ്. P0A യും P0B യും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇക്വേഷൻ ഉപയോഗിക്കാം. P total ഈക്വൽസ് ടു
ഇപ്പൊ ഏതെങ്കിലും ഒരു മോൾ ഫ്രാക്ഷൻ മാത്രം, ഇത് തന്നെ നിർബന്ധമൊന്നുമില്ല. P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി അങ്ങനെ ചെയ്താലും ശരി തന്നെയാണ്. ഇതിപ്പോ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മോൾ ഫ്രാക്ഷൻ ടേമിലേക്ക് മാറ്റിയിരിക്കുന്ന ഇക്വേഷൻ മാത്രമാണ്. ഇത് തന്നെ ഒരു നിർബന്ധവുമില്ല. P total ഈക്വൽസ് ടു P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി. ഇതിട്ടും ചെയ്യാവുന്നതാണ്. P0Aയുടെ വാല്യൂ 400 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കൈ എ വാല്യൂ 0.6 പ്ലസ് PB വാല്യൂ 600 into its small fraction 0.4 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ആൻസർ യു വിൽ ഗെറ്റ് 480 millimeter മെർക്കുറി എന്ന് കിട്ടും. ഇപ്പൊ റൗൾസ് ലോയുടെ ന്യൂമറിക്കൽസ് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്തത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് അടുത്ത പ്രധാനപ്പെട്ട ഭാഗം. സൊല്യൂഷൻ കെമിസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്ത് ന്യൂമറിക്കൽസ് സ്ഥിരമായി വരുന്ന ഒരു ഏരിയയും കൂടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. സൊല്യൂട്ടിന്റെ നമ്പർ ആണ്, സോൾവെന്റുമായിട്ട് ഒരു ബന്ധമില്ല. സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് അല്ല, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടികളുണ്ട്. നമ്മൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടികളെ വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. സൊല്യൂട്ട് പാർട്ടിക്കിളിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികളെയാണ് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ദർ മേ ഹാവ് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഫസ്റ്റ് ഈസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. സെക്കൻഡ് ഈസ് elevation in boiling point. Third is depression in freezing point. And the fourth one is osmotic pressure. But vapor pressure is not a colligative property. Relative lowering of vapor pressure is colligative property. Even in fact, lowering of vapor pressure is not a colligative property. Ratio edukanam. Relative lowering of vapor pressure, it's colligative property. Boiling point is not a colligative property. Even freezing point is not a colligative property. Elevation in boiling point, that is increment in boiling point, or depression in freezing point, these are colligative property. ഓർത്ത് വെച്ചേക്കണം. ഓസ്മോട്ടിക് പ്രഷർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിക്കകത്ത് ന്യൂമറിക്കൽസ് സാധാരണ സ്ഥിരമായി വരാറുള്ളതാണ്. അപ്പൊ അതിലെ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. 4 പേരുടെയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ P0 മൈനസ് പി, അതായത് ഇനിഷ്യൽ വേപ്പർ പ്രഷർ ആണ് സോൾവെന്റിൻ്റെത്. P0 എന്നോ P10 എന്നോ കൊടുക്കാം. ഞാനൊക്കെ P0 എന്നാണ് പഠിച്ചിരിക്കുന്നത്. P0 മൈനസ് പി ഡിവൈഡഡ് ബൈ P0 ഈക്വൽസ് ടു N2 ഡിവൈഡഡ് ബൈ N1 എന്നാണ് വരേണ്ടത്. നമ്മളപ്പോൾ അതിന്റെ സ്ഥാനത്ത് നമ്പർ ഓഫ് മോൾസിനെ വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു M2 എന്ന് കിട്ടും. രണ്ടാമത്തത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, അതായത് സോൾവെന്റിലേക്ക് പ്യുവർ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. ആ ബോയിലിംഗ് പോയിന്റിനുള്ള വ്യത്യാസത്തിനാണ് നമ്മൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അതാണ് ഡെൽറ്റ ടി ബി. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു കെ ബി ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. അതിലെ കെ ബി എന്ന് പറഞ്ഞാൽ മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. അതിന്റെ യൂണിറ്റ് ആണ് കെൽവിൻ കിലോഗ്രാം പെർ മോൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അതിന്റെ ഇക്വേഷൻ ആണ് ഡെൽറ്റ ടി എഫ് ഈക്വൽസ് ടു 1000 ഇൻറ്റു കെ എഫ് ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു M1. അതിലെ കെ എഫ് എന്ന് പറയുന്നത് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഇനി നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ പൈ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓസ്മോട്ടിക് പ്രഷർ പൈ ഈക്വൽസ് ടു W2 RT ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു V. W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലുള്ളത്, M2 മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്, V വോളിയം ഓഫ് സൊല്യൂഷൻ വിച്ച് മസ്റ്റ് ബി ഇൻ ലിറ്റർ. ലിറ്ററിൽ അല്ല എങ്കിൽ മോളിൽ 1000 ഇട്ട് കൊടുത്തിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും ബെറ്റർ മെത്തേഡ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കിയേക്കാം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ളൊരു ഭാഗമാണ് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിന് മുൻപ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വാട്ട് ആർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? നെയിം ദ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. സ്ഥിരമായി ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇസ് കോൾഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ദർ മേ ഹാവ് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഫസ്റ്റ് വൺ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇനി ഒരു ന്യൂമറിക്കലാണ്. 0.4 gram ഓഫ് നോൺ ഇലക്ട്രോലൈറ്റ് ഇസ് ഡിസോൾവ്ഡ് ഇൻ 20 gram ഓഫ് ബെൻസീൻ. ബെൻസീനിൽ ഡിസോൾവ് ചെയ്യുകയാണ്. അപ്പോൾ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട് 0.4 gram. ബെൻസീൻ ആണ് അവിടുത്തെ സോൾവെന്റ്. സോൾവെന്റിന്റെ വെയിറ്റ് W1 തന്നിട്ടുണ്ട് 20 gram. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെയാണ് 0.4 gram, അതായത് W2 0.4 ഉണ്ട്, W1 it is 20 gram, delta TF value is given as 0.75,
ഫ്രീസിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് KF ഈക്വൽസ് ടു 5.12. അങ്ങനെയാണെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എളുപ്പമാണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കണ്ടോ, 0.75 which is the delta TF equals to 1000 into KF into W2 divided by M2 into 20. അതിൽ നിന്ന് M2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. It will be 136.54 gram per mole. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിക്കകത്ത് നിന്ന് ന്യൂമറിക്കൽസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അടുത്തത് ഒരു ക്വസ്റ്റൻ ആണ്, വാൻ ഹോ ഫാക്ടർ എന്താണ്? ഇപ്പൊ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും പഠിച്ചതിന് ശേഷമേ നമ്മൾ വാൻ ഹോ ഫാക്ടറിലേക്ക് പോകാവൂ. ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂവിനെ എക്സ്പെരിമെന്റൽ വാല്യൂ ഉപയോഗിച്ച്, കാൽക്കുലേറ്റഡ് വാല്യൂ നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോയ്ക്കാണ് നമ്മൾ വാൻ ഹോ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി ഇത് മോളിക്കുലർ മാസിന്റെ ടേമിലാണെങ്കിൽ തിരിച്ചിട്ടാൽ മതി, നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ്. ഒരു ഐഡിയൽ സൊല്യൂട്ട്, ഗ്ലൂക്കോസ്, യൂറിയ പോലുള്ള ഐഡിയൽ സൊല്യൂട്ടുകളുടെ വാൻ ഹോ ഫാക്ടർ എപ്പോഴും 1 ആയിരിക്കും. ഡിസോസിയേറ്റ് ചെയ്യുന്ന സൊല്യൂട്ടുകളുടെ വാൻ ഹോ ഫാക്ടർ I will be greater than 1. അസോസിയേറ്റ് ചെയ്യുന്ന സൊല്യൂട്ടുകളുടെ വാൻ ഹോ ഫാക്ടർ വിൽ ബി ലെസ് ദാൻ 1. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ചാപ്റ്ററായ സൊല്യൂഷൻ കെമിസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സൊല്യൂഷൻ കെമിസ്ട്രിക്കകത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ന്യൂമറിക്കൽസും സാധാരണയായിട്ട് വരാറുണ്ട്. ഐഡിയൽ നോൺ ഐഡിയലിന്റെ ഗ്രാഫ് ഒക്കെ നോക്കി വെച്ചിരിക്കണം. അടുത്ത ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് ഒരുപാട് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്ററും കൂടിയാണ് ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത്. ന്യൂമറിക്കൽസ് സ്ഥിരമായി ഇവിടുന്ന് വരാറുണ്ട്, പൊട്ടൻഷ്യലിന്റെ ക്വസ്റ്റൻ ഒക്കെ വരാറുണ്ട് ഇവിടുന്ന്. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് കടക്കുമ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയെ നമുക്ക് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തത് കണ്ടക്ടൻസ് ആണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ്, കോൾറാഷസ് ലോ, അതെല്ലാമാണ്. രണ്ടാമത്തത് ഇലക്ട്രോളിസിസ് ആണ്. പിന്നീട് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളാണ്, ഗാൽവാനിക് സെല്ലുണ്ട്, അതോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ സെല്ലും ഫ്യൂവൽ സെല്ലും ഒക്കെ അവിടെ വരേണ്ടതാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് നമുക്ക് കടക്കാം. 7 മാർക്കിന്റെ ചോദ്യമാണ് ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് നിന്ന് സാധാരണയായി വരാറുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡർ അല്ല പോയിരിക്കുന്നത്, ആദ്യം കണ്ടക്ടൻസ് ആണ് പറയുന്നത്. ഇപ്പൊ റെസിസ്റ്റൻസ്, ഏതൊരു കറണ്ട് കടന്നു പോകുന്ന സ്പീഷീസുകളും റെസിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്, നമ്മൾ അതിനെ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. ഇപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് R equals to rho into L by A. ലെങ്ത് ഓഫ് ദ കണ്ടക്ടറിന് പ്രപ്പോർഷണലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ്, ഇനി അതിൽ റോ എന്ന് പറയുന്ന ലെറ്ററിനെ നമുക്ക് മാറ്റി എടുത്തു കഴിഞ്ഞാൽ റോ ഈക്വൽസ് ടു R into A by L. റോയെ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കും. കെമിസ്ട്രിയിൽ അതിന് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയാം. അടുത്തത് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെ നമ്മൾ കണ്ടക്ടൻസ് എന്ന് വിളിക്കും. G എന്ന ലെറ്റർ കൊണ്ടാണ് കണ്ടക്ടൻസിനെ സൂചിപ്പിക്കുന്നത്. ഇനി കണ്ടക്ടൻസിന്റെ റെസിപ്രോക്കലിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കണ്ടക്ടൻസിന്റെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ കാപ്പ. കാപ്പ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടൻസ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. ഇറ്റ്സ് നത്തിങ് ബട്ട് 1 by rho ആണ്. 1 by rho which is equal to 1 by R into L by A എന്ന് വരും. 1 by R into L by A. Or you can write it like this. Conductivity equals to conductance into L by A. ഈ L by A എന്ന് പറയുന്ന ടേമിനെയാണ് നമ്മൾ സെൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഓരോ സെല്ലിനും ഓരോ കോൺസ്റ്റന്റുകളായിരിക്കും. സെൽ കോൺസ്റ്റന്റ് എന്ന് പറയും. മോളാർ കണ്ടക്ടൻസ്. Molar conductance is a conducting power of all the ion produced in 1 molar solution of an electrolyte. ഒരു മോളാർ സൊല്യൂഷൻ അകത്തുള്ള മുഴുവൻ അയോണുകളുടെയും കണ്ടക്ടിങ് പവറിനെയാണ് നമ്മൾ മോളാർ കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മോളാർ കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ ആണ് ലാംഡ എം എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലാംഡ എം ഈക്വൽസ് ടു 1000 into conductivity divided by molarity. 1000 into conductivity divided by molarity. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വേരിയേഷൻസ് ഓഫ് മോളാർ കണ്ടക്ടൻസ് വിത്ത് ഡയലൂഷൻ. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും ഗ്രാഫ് ഉപയോഗിച്ച് വരെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രാഫ് ഉൾപ്പെടെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് എങ്ങനെ വേരി ചെയ്യും? അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും മോളാർ കണ്ടക്ടൻസ് സ്ക്വയർ റൂട്ട് ഓഫ് C, കോൺസെൻട്രേഷന്റെ സ്ക്വയർ റൂട്ടും അതോടൊപ്പം y ആക്സിസിൽ മോളാർ കണ്ടക്ടൻസും പ്ലോട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫാണിത്. ഈ ഗ്രാഫ് അനുസരിച്ച് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടായിരിക്കും വേരി ചെയ്യുന്നത്. അപ്പൊ ആ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് y ആക്സിസിൽ മുട്ടും.
ആ മുട്ടുന്ന പോയിന്റിനെ നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ എന്ന് വിളിക്കും. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ഇനിഷ്യലി വളരെ സ്ലോ ആയിട്ടായിരിക്കും, സ്റ്റഡി ആയിട്ടായിരിക്കും വേരി ചെയ്യുന്നത്. ഒരു ഹാഫ് പോർഷൻ കഴിയുമ്പോഴേക്കും അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു സഡൻ ഇൻക്രീസ് കാണിക്കും. സോ അതുകൊണ്ട് ഒരിക്കലും മോളാർ കണ്ടക്ടൻസിന്റെ ഗ്രാഫ് വൈ ആക്സിൽ മീറ്റ് ചെയ്യില്ല. അതിനാൽ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓർ യു ക്യാൻ സേ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഒരിക്കലും ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു റൂൾ ഉണ്ട്, കോൾറാഷസ് ലോ എന്ന് വിളിക്കും. അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ഇൻഫിനിറ്റ് ഡയലൂഷനിലെ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അപ്പൊ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ സാധ്യമല്ലാത്തതിനാൽ നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോ ഉണ്ട്. ദാറ്റ് ലോ ഈസ് കോൾഡ് കോൾറാഷസ് ലോ. കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ഈ ലോ അനുസരിച്ച് ഏതൊരു ഇലക്ട്രോലൈറ്റിന്റെയും വെദർ ഇറ്റ് ഈസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഓർ വീക്ക് ഇലക്ട്രോലൈറ്റ്, വാട്ട് എവർ ബി ദ ഇലക്ട്രോലൈറ്റ്, മോളാർ കണ്ടക്ടൻസ്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് AB എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണ്. അതിന്റെ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ which is equal to the molar ionic conductance of its cations and anion ആണ്. കാറ്റയോണിന്റെ മോളാർ അയോണിക് കണ്ടക്ടൻസും ആനിയോണിന്റെ മോളാർ അയോണിക് കണ്ടക്ടൻസിന്റെയും കൂടെ തുകയാണ് മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് an electrolyte. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ will be the sum of molar ionic conductance of cations and anion. That law is called കോൾറാഷസ് ലോ. നമ്മൾ ആ ലോയ്ക്ക് കോൾറാഷസ് ലോ എന്ന് വിളിക്കും. കോൾറാഷസ് ലോ കണ്ടുപിടിച്ചത് തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സപ്പോസ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് അസറ്റിക് ആസിഡ്. അപ്പൊ അസറ്റിക് ആസിഡിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം, ഇൻഫിനിറ്റ് ഡയലൂഷനിലെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അസറ്റേറ്റ് അയോൺ ഉള്ള ഒരു സ്പീഷീസ്, നമ്മൾ അതിനു വേണ്ടി സോഡിയം അസറ്റേറ്റ് എടുത്തു. അസറ്റേറ്റ് അയോൺ ഉള്ള ഒരു സ്പീഷീസും CH3COONA അസറ്റേറ്റ് അയോൺ ഉള്ള ഒരു സ്പീഷീസ്, അതോടൊപ്പം H+ ഉള്ള ഒരു സ്പീഷീസ്, ഞാൻ അതിനെ HCl എടുത്തു. ഇവരെ രണ്ടുപേരെയും കൂട്ടി. അതിനുശേഷം എക്സ്ട്രാ വരുന്ന NaCl അതിൽ നിന്ന് കുറച്ചാൽ മതി, λ0m ഓഫ് NaCl. അതായത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടൻസ് അത് അയോൺസ് ഉള്ളത് കൂട്ടിയിട്ട് അതിൽ നിന്ന് ഇല്ലാത്തത് കുറച്ചാൽ മതി. എക്സ്ട്രാ വന്നിരിക്കുന്ന ഏതോ അതങ്ങ് കുറച്ച് എടുത്താൽ മതി. അപ്പൊ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോൾറാഷസ് ലോ ഉപയോഗിക്കാം. കോൾറാഷസ് ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗവും അത് തന്നെയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണിത്. കാൽക്കുലേറ്റ് ദ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ അമോണിയം ഹൈഡ്രോക്സൈഡ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് അവിടെ അതിന് തന്നിരിക്കുന്നത് ആരൊക്കെയായിരുന്നു? സോഡിയം ക്ലോറൈഡും തന്നിട്ടുണ്ട്, അതുപോലെ NaOH ഉണ്ട്, NH4Cl ഉണ്ട്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അമോണിയം ക്ലോറൈഡിന്റെ. അപ്പൊ അമോണിയം ക്ലോറൈഡിനകത്ത് അമോണിയം അയോണും ഉണ്ട്, ക്ലോറൈഡ് അയോണും ഉണ്ട്. അപ്പം അമോണിയം അയോൺ ഉള്ള ഒരു സ്പീഷീസും ക്ലോറൈഡ് അയോൺ ഉള്ള ഒരു സ്പീഷീസിന്റെ മോളാർ കണ്ടക്ടൻസ് കൂട്ടണം. അതിൽ നിന്ന് എക്സ്ട്രാ വരുന്ന NaCl ഞങ്ങൾ കുറച്ചാൽ മതി. അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും? ഈസി ആണല്ലോ. λ0m ഓഫ് NH4OH ഈക്വൽസ് ടു λ0m ഓഫ് NH4Cl പ്ലസ് λ0m ഓഫ് NaOH. അപ്പൊ NH4Cലും NaOH കൂട്ടുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? NH4OH ആയി. അതിൽ നിന്ന് എക്സ്ട്രാ വരുന്ന NaOH NaCl അങ്ങ് കുറയ്ക്കാൻ മതി. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 248.1 129.8 അത് കൂട്ടിയ ശേഷം 126.4 അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് λ0m ഓഫ് NH4OH ആസ് 251.5 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. രണ്ടാമത്തെ ഭാഗമാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ഫാരഡേക്ക് രണ്ട് മെയിൻ ലോ ആണ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ട്. ഇപ്പൊ ഫാരഡേയുടെ ലോ ഇങ്ങനെയാണ്. ഫസ്റ്റ് ലോ, ഇപ്പൊ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തി ഒരു ഇലക്ട്രോലൈറ്റിലേക്ക് കറണ്ട് കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റ് കറണ്ട് അതിലൂടെ കടന്നു പോവുകയും ഇലക്ട്രോലൈറ്റിന് സ്പ്ലിറ്റിംഗ് സംഭവിക്കും. പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള കാറ്റയോണുകളും ആനയോണുകളുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കാറ്റയോണുകൾ കാഥോഡിലേക്ക് പോവുകയും അവിടെ വെച്ച് അവർക്ക് റിഡക്ഷൻ സംഭവിക്കും. മെറ്റലുകൾ സാധാരണ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യും. നോൺ മെറ്റലുകൾ അല്ലെങ്കിൽ ആനിയോൺസുകൾ ആനോഡിലേക്ക് പോകും. അവിടെ വെച്ച് അവർക്ക് ഓക്സിഡേഷൻ നടക്കുകയും കറസ്പോണ്ടിങ് ഗ്യാസുകളായിട്ട് ലിബറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ മെറ്റൽസ് യൂഷ്വലി കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യും, നോൺ മെറ്റൽസ് ആനോഡിൽ ലിബറേറ്റ് ചെയ്യുകയാണ്, കറസ്പോണ്ടിങ് ഗ്യാസുകളായിട്ട് ലിബറേറ്റ് ചെയ്യും. അതാണ് പ്രോസസ് നടക്കേണ്ടത്. ഇനി അപ്പൊ ഈ ലോ അനുസരിച്ച് ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതോ ആനോഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള മെറ്റലിന്റെയോ
നോൺ മെറ്റലിന്റെയോ മാസ് എന്ന് പറയുന്നത് അതിലൂടെ കടന്നുപോയ ഇലക്ട്രിസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് is directly proportional to the quantity of electricity passed through the electrolyte. So W equals to, W is proportional to Q എന്നാണ് quantity of electricity. So W equals to Z into Q. Z electrochemical equivalent Z എന്ന് കൊടുത്തു. ഇനിയോ W equals to Q ന് നമുക്ക് IT ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ W equals to ZIT ഒരു ഇക്വേഷൻ ആണ്. W equals to ZIT. Z എന്ന് പറഞ്ഞാൽ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് ആണ്. അപ്പോൾ അത് equivalent mass divided by Faraday constant 96500 കൂളംബ്. ഇക്വലന്റ് മാസിന് വേണ്ടി നമുക്ക് അറ്റോമിക് വെയിറ്റിനെ ചാർജ് അല്ലെങ്കിൽ ബാലൻസി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഫാരഡേയുടെ ഒന്നാമത്തെ നിയമമാണ്. രണ്ടാമത്തെ, when same quantity of electricity is passed through different electrolytes connected in series, then the mass of substances deposited in each electrode respective is directly proportional to their electrochemical equivalent എന്നാണ്. അതായത് ഒന്നിൽ കൂടുതൽ ഇലക്ട്രോലൈറ്റുകൾ അതിലൂടെ ഒരേ കറണ്ട് കടത്തിവിട്ടിട്ടുണ്ട് എങ്കിൽ ഓരോ ഇലക്ട്രോലൈറ്റിക് സെല്ലുകളിലും ഡിപ്പോസിറ്റ് ചെയ്യുന്നതോ ലിബറേറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള മെറ്റലിന്റെയോ നോൺ മെറ്റലിന്റെയോ അളവെന്ന് പറയുന്നത് അതാതിന്റെ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റുകൾക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. സോ W1/W2 ഈക്വൽസ് ടു E1/E2 അല്ലെങ്കിൽ W1/W2 ഈക്വൽ ടു Z1/Z2 അങ്ങനെയും നമുക്ക് എഴുതാവുന്നതാണ്. ഇനി അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഫോർ എക്സാമ്പിൾ, കോപ്പർ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ ഡിപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ കോപ്പർ സൾഫേറ്റിലേക്ക് കറണ്ട് കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ കോപ്പർ 2+ എന്ന് പറയുന്ന കാറ്റയോൺ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ മെറ്റലായി കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പൊ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ ആയിട്ട് കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്തു. അതായത് ഈ റിയാക്ഷന്റെ അർത്ഥം 1 മോൾ കോപ്പർ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി 2 ഇലക്ട്രോൺസ് ആണല്ലോ അത് ഗെയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് കോപ്പർ മെറ്റലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് 2 ഇലക്ട്രോണിനെ കോപ്പർ 2+ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് 1 മോൾ കോപ്പർ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് 1 മോൾ കോപ്പർ ഡിപ്പോസിറ്റഡ് ബൈ ഗെയിനിങ് ഓർ അക്സെപ്റ്റിംഗ് 2 ഇലക്ട്രോൺസ്. Then the quantity of electricity required for this process will be 2 farad. അതായത് 1 മോൾ മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി n ഇലക്ട്രോൺ ആണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ലൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോസസ്സിന് ആവശ്യമായിട്ട് വരുന്ന കറണ്ടിന്റെ അളവ്, ഇലക്ട്രിസിറ്റിയുടെ അളവ് n ഫാരഡ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി 2 ഫാരഡ്. അപ്പൊ 1 മോൾ കോപ്പർ എന്ന് പറഞ്ഞാൽ 63.5 ഗ്രാം ആണ്. അപ്പൊ 63.5 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 ഫാരഡ് ഓഫ് കറണ്ട് കടത്തിവിടണം. 2 ഫാരഡ് എന്ന് പറഞ്ഞാൽ 2 × 96500 കൂളം എന്നാണ്. അപ്പോൾ ഓർത്തു വെച്ചേ, ഫാരഡേയുടെ അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് കൂടെ ചേർത്ത് വേണം പഠിക്കാൻ. വെൻ 1 mole of a substance is deposited by accepting or losing n electron, then the quantity of electricity required for this process will be n farad. n farad എന്നാണ്. നിങ്ങൾ ബോർഡ് എക്സാമിനേഷൻ മാത്രമല്ല, ഇനി എഴുതാൻ പോകുന്ന ഹയർ എക്സാമിനേഷൻ എല്ലാം, നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എല്ലാം ഈ അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഫാരഡേയുടെ ലോയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തി 20 മിനിറ്റ് നേരത്തേക്ക്, മിനിറ്റിനെ സെക്കൻഡ് ഒക്കെ ആക്കണം. 1.5 ആംപിയർ കറണ്ട് ആണ് ഇലക്ട്രോളിസിസിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത കോപ്പറിന്റെ അളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോപ്പറിന്റെ അറ്റോമിക് വെയിറ്റ് തന്നിട്ടുണ്ട് 63.5 ആണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ നിങ്ങൾ 63 എടുത്താൽ മതി, ക്വസ്റ്റ്യൻ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ കോപ്പർ സൾഫേറ്റിനകത്ത് കോപ്പർ 2+ ഉണ്ട്, SO4 2- ഉണ്ട്, ശരിയല്ലേ? ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോപ്പർ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്തത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാഥോഡിലെ റിയാക്ഷൻ മാത്രം അപ്പൊ എഴുതിയാൽ മതി. റിയാക്ഷൻ അറ്റ് കാഥോഡ്. അപ്പൊ കാഥോഡിലെ റിയാക്ഷൻ ഇതാണ്. കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് കോപ്പർ ആയിട്ട് മാറേണ്ടത്, ശരിയല്ലേ? അപ്പൊ അവിടുത്തെ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇസഡ് കണ്ടുപിടിക്കണം. ഇസഡ് ഈക്വൽസ് ടു E/96500. E എന്ന് പറഞ്ഞാൽ അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ചാർജ്, അല്ലെങ്കിൽ ബാലൻസി ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ അറ്റോമിക് വെയിറ്റ് കോപ്പറിന്റെ 63 ആണ്, ചാർജ് 2 ആണ്. അപ്പൊ തന്നെ നമുക്ക് അത് 63.63 ഡിവൈഡഡ് ബൈ 2 ഇട്ട് കഴിഞ്ഞാൽ E കിട്ടി. ഇനി E/Z, Z കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ E/96500. ശരി, ഇയുടെ വാല്യൂ 963 ഡിവൈഡഡ് ബൈ 2 × 96500. ഇത്രയും Z ആയി.
ഇനി നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W ഈക്വൽസ് ടു ZIT ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കണ്ടോ, W ഈക്വൽസ് ടു ZIT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഇച്ചിരി എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. W ഈക്വൽസ് ടു ZIT, ഇസഡിന്റെ വാല്യൂ 63 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 96500, ഐ വാല്യൂ തന്നിട്ടുണ്ട് 1.5. ഇനി 20 മിനിറ്റ് സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 20 ഇൻറ്റു ന്യൂമറേറ്ററിലാണ് 20 ഇൻറ്റു 60 സെക്കൻഡിലേക്ക് മാറ്റി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസർ വരും 0.5875 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ന്യൂമറിക്കൽസ് ഫാരഡേസ് ലോയുമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കേണ്ടതാണ്. ഇനി വരാനുള്ളത് ഈ ചാപ്റ്ററിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ നമ്മൾ ഗാൽവാനിക് സെൽ എന്ന് വിളിക്കും. ഇലക്ട്രോ കെമിക്കൽ എന്നാണ്, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകളാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്. അപ്പൊ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന തരം സെല്ലുകൾക്കാണ് ഗാൽവാനിക് സെൽ. അവിടെ നടക്കുന്നത് റിഡോക്സ് റിയാക്ഷനുകളാണ്. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നു. അതിന്റെ ഫലമായി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു. ഇലക്ട്രോണിന്റെ ഫ്ലോ തന്നെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും ബൈ മീൻസ് ഓഫ് ഇൻഡയറക്റ്റ് റിഡോക്സ് റിയാക്ഷൻ ഈസ് കോൾഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ, ഗാൽവാനിക് സെൽ, യു ക്യാൻ സേ ദാറ്റ് വോൾട്ടായിക് സെൽ. ഒരു സിമ്പിൾ ഗാൽവാനിക് സെല്ലാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം 3-4 ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കണം. ഒരു സെല്ലിന്റെ EMF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഏതൊരു ഗാൽവാനിക് സെല്ലിനും ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് സെല്ലും ഉണ്ട്, ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെല്ലും ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡ് സെല്ലിലാണ് റിഡക്ഷൻ നടക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പൊ രണ്ടിടത്ത് ഒരിടത്ത് റൈറ്റിൽ റിഡക്ഷനും ലെഫ്റ്റിൽ ഓക്സിഡേഷനും ആണെങ്കിലും റിഡക്ഷന്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പറയേണ്ടത്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സെല്ലിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നെ കുറയ്ക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം ചോദ്യം തരുമ്പോൾ അങ്ങനെ കൺഫ്യൂസ് ഉണ്ടാകാതെ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നെ കുറയ്ക്കണം. അത് ലെഫ്റ്റിൽ ഓക്സിഡേഷൻ ആണല്ലോ സംഭവിക്കുന്നത് കരുതി ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എടുത്ത് കുറച്ച് വെച്ചേക്കരുത്. ഒരിടത്ത് ഓക്സിഡേഷനും ഒന്ന് റിഡക്ഷനും എടുത്ത് ചെയ്തരുത്. ഒന്നെങ്കിൽ 2 ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ 2നും റിഡക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് മാറ്റുക. IUPACയുടെ കൺവെൻഷണൽ മെത്തേഡ് അനുസരിച്ച് റൈറ്റ് ഹാൻഡ് സൈഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറയ്ക്കുക. ഇനി സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് എങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് EMF ഓഫ് ദി സെൽ എന്ന് വിളിക്കും. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് മൈനസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് EMF ഓഫ് ദി സെൽ ആയിരിക്കും. ഇനി ഒരു ഇലക്ട്രോഡിന്റെ EMF കണ്ടുപിടിക്കാനുള്ള നേഴ്സിന്റെ ഇക്വേഷൻ ആണ് EMF ഓഫ് ആൻ ഇലക്ട്രോഡാണ്. EMF ഓഫ് ആൻ ഇലക്ട്രോഡ് ഈക്വൽസ് ടു E0 ഓഫ് ദി ഇലക്ട്രോഡ് മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1/mn+. mn+ എന്ന് പറഞ്ഞാൽ സിങ്ക് ആണെങ്കിൽ സിങ്ക് 2+, കോപ്പർ ആണെങ്കിൽ കോപ്പർ 2+. ഇനി ഒരു സെല്ലിന്റെ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് EMF ഓഫ് ദി സെൽ ഈക്വൽസ് ടു E0 ഓഫ് ദി സെൽ മൈനസ് RT ഡിവൈഡഡ് ബൈ NF. ഇവിടെ LN ഇട്ടിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ലോഗ് ഇട്ട് എഴുതാം. കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ലോഗ് ഇട്ട് പഠിക്കുന്നത്. EMF ഓഫ് ദി സെൽ ഈക്വൽസ് ടു E0 ഓഫ് ദി സെൽ മൈനസ് 0.0591 ഇട്ടാലും തെറ്റില്ല ബൈ n ലോഗ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ്. ഇങ്ങനെ പഠിച്ചാലും മതി. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ചെയ്തിട്ട് ലോഗ് എടുക്കുക, എന്നിട്ട് ഈ പറയുന്നതിലേക്ക് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഇനി EMF ഓഫ് ദി സെല്ലും EMF അല്ല സ്റ്റാൻഡേർഡ് EMF ഓഫ് ദി സെല്ലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് കൊടുത്തിരിക്കുന്നത്. E0 ഓഫ് ദി സെൽ ഈക്വൽസ് ടു 0.0591 ബൈ n ഇൻറ്റു ലോഗ് Kc. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ലോഗ് Kc. ഇത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇയറിന്റെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അടുത്തത് EMF-ഉം എന്താണ് ഫ്രീ എനർജിയും തമ്മിലുള്ള ബന്ധം. ΔG0 സ്റ്റാൻഡേർഡ് EMF ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ഈക്വൽസ് ടു മൈനസ് NF EMF ഓഫ് ദി സെൽ. EMF ഓഫ് ദി സെല്ല് ഇപ്പൊ EMF ഓഫ് ദി സെല്ല് പോസിറ്റീവ് ആണെങ്കിൽ ΔG നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ΔG നെഗറ്റീവ് EMF ഓഫ് ദി സെല്ല് പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ΔG നെഗറ്റീവും EMF ഓഫ് ദി സെല്ല് പോസിറ്റീവുമായിട്ടാണ് വരേണ്ടത്. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏത്? ഇലക്ട്രോ കെമിക്കൽ സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു ന്യൂമറിക്കൽസ് ഒക്കെയാണ്. ആദ്യത്തതും ഫ്രം ദി പൊസിഷൻ ഓഫ് എലമെന്റ്സ് ഇൻ ദി ഇലക്ട്രോ കെമിക്കൽ സീരീസ്
കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ്. ശരിയല്ലേ? ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ പൊസിഷൻ അനുസരിച്ച് ഹൈഡ്രജൻ കഴിഞ്ഞ് കോപ്പർ, അത് കഴിഞ്ഞിട്ടാണ് സിൽവർ വരേണ്ടത്. അപ്പൊ മുകളിലുള്ള സ്പീഷീസിന് താഴെയുള്ള സ്പീഷീസിനെ അതിന്റെ അക്വ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ കോപ്പറിനെക്കാട്ടിലും താഴെയാണ് സിൽവർ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ അതിന്റെ സ്ഥാനം. അപ്പൊ സിൽവറിന്റെ നൈട്രേറ്റിനെയോ സിൽവറിന്റെ ക്ലോറൈഡിൽ നിന്നോ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി റെപ്രസെന്റ് ദി സെൽ കൺസ്ട്രക്റ്റഡ് വിത്ത് കോപ്പർ ആൻഡ് സിൽവർ. കോപ്പറിനപ്പം അവിടെ നടക്കേണ്ടത് കോപ്പർ സിൽവറിനെ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പൊ സിൽവറിനാണ് റിഡക്ഷൻ നടക്കേണ്ടത്, കോപ്പറിന് ഓക്സിഡേഷൻ. അപ്പൊ സിൽവർ റിഡക്ഷനും കോപ്പറിന് ഓക്സിഡേഷൻ. മുകളിലുള്ള സ്പീഷീസിന് ഓക്സിഡേഷൻ, താഴെയുള്ളതിന് റിഡക്ഷൻ. അപ്പൊ നമ്മൾ ഗാൽവാനിക് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നടുക്ക് 2 വര വരച്ചു, അതായത് സെൽ സോൾട്ട് ബ്രിഡ്ജ് വരച്ചു. റൈറ്റ് സൈഡിൽ റിഡക്ഷൻ ഹാഫ് സെല്ലും ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ ഹാഫ് സെല്ലുമാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അത് റെപ്രസെന്റേഷൻ. Copper 2 plus, silver plus. Reduction. Write down the cell reaction takes place at anode and cathode. Anode നടക്കുന്നത് കോപ്പർ അല്ലേ, ഓക്സിഡേഷൻ ആണ്. കോപ്പർ gives copper 2 plus 2 electron. കാഥോഡിൽ റിഡക്ഷൻ Ag++ ഇലക്ട്രോൺ gives Ag. ഇനി അതിന്റെ നെറ്റ് റിയാക്ഷൻ എഴുതുമ്പോഴേക്കും രണ്ടുപേരുടെ ഇലക്ട്രോണിന്റെ എണ്ണം ബാലൻസ് ചെയ്തിരിക്കണം. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് എൻറ്റയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് വേണം കൂട്ടാൻ വേണ്ടി. അപ്പൊ കൂട്ടി കഴിയുമ്പോൾ കോപ്പർ പ്ലസ് 2Ag+ ഗിവ്സ് കോപ്പർ 2 plus 2Ag എന്ന് കിട്ടും. ഇനി അത് ഉപയോഗിച്ച് സെല്ലിന്റെ നഴ്സൺ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാം. EMF ഓഫ് ദി സെൽ ഈക്വൽസ് ടു E0 ഓഫ് ദി സെൽ മൈനസ് 0.0591/2 ലോഗ് കോപ്പർ 2 പ്ലസ്. റൈറ്റ് ഹാൻഡ് സൈഡിലെ സ്പീഷീസ്, അത് ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ സിൽവർ സോളിഡിന്റെ ആക്റ്റീവ് മാസ് 1 ആണ്. അപ്പൊ അത് ഉപയോഗിക്കേണ്ട. കോപ്പർ 2 പ്ലസ് ഡിവൈഡഡ് ബൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ Ag+ 2 ഉള്ളതുകൊണ്ട് സ്ക്വയർ ഇട്ട് കൊടുത്തു. അവിടെയും കോപ്പർ ഉപയോഗിക്കേണ്ട, ബിക്കോസ് അതും സോളിഡ് ആണ്. സോളിഡിന്റെ ആക്റ്റീവ് മാസും പാർഷ്യൽ പ്രഷറും 1 ആയതിനാൽ നമ്മൾ അവരെ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓർത്ത് വെച്ചേക്കുക. ഇത് വെച്ചിട്ട് ഇനി പർട്ടിക്കുലർലി കോപ്പറിന്റെയും സിൽവറിന്റെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ കോൺസെൻട്രേഷൻ ഇട്ട് കൊടുത്ത് പ്രോബ്ലം ബാക്കിയുള്ളതും കൂടെ സോൾവ് ചെയ്യണം. അങ്ങനെയും ക്വസ്റ്റ്യൻ വരും. ഇനി ഈ ഭാഗത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് കൊമേഴ്ഷ്യൽ സെല്ലുകളെ പറ്റിയാണ്. ഇപ്പൊ 2 തരം കൊമേഴ്ഷ്യൽ സെല്ലുകളുണ്ട്. പ്രൈമറി സെല്ലും ഉണ്ട്, സെക്കൻഡറി സെല്ലും ഉണ്ട്. പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളാണ് പ്രൈമറി സെൽ. എക്സാമ്പിൾ ആണ് ഡ്രൈ സെൽ, ലെക്ലാഞ്ചി സെൽ, 2 മെർക്കുറി സെൽ. 2 സെക്കൻഡറി സെൽ, വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലുകളാണ് സെക്കൻഡറി സെൽ. ലെഡ് സ്റ്റോറേജ് സെല്ലും നിക്കൽ കാഡ്മിയം സെല്ലും സെക്കൻഡറി സ്റ്റോറേജ് സെല്ലുകളാണ്. ഇനി അതിന്റെ കാഥോഡ് ആനോഡ് റിയാക്ഷൻ ഒക്കെ അവിടെ ഓർത്തിരിക്കേണ്ടതാണ്. ഫ്യൂവൽ സെല്ല്, ഫ്യൂവലിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂവലിന്റെ കമ്പഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ ഫലമായി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾക്കാണ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഹൈഡ്രജൻ ആറ്റം കാഥോഡ് സൈഡിലൂടെയും ആനോഡിലൂടെയും ഓക്സിജൻ ആറ്റം കാഥോഡിലൂടെയും കടത്തിവിടുകയും ഹൈഡ്രജൻ ഓക്സിജനും റിയാക്ഷൻ നടക്കും. ഈ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ NaOH സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ്. ആനോഡിൽ ഓക്സിഡേഷൻ നടന്നു. 2H2 plus 2OH minus gives 2H2O plus 2 electron. ആനോഡ് റിയാക്ഷൻ ഇതാണ്. ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2H2 plus O2 gives 2H2 plus O2 gives. ഇവിടെ ഇതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം കൂട്ടാൻ വേണ്ടി. 2H2 plus O2 gives 2H2 എന്ന് പറയുന്നതാണ് അവിടുത്തെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്യൂവൽ സെല്ല്, എന്തുകൊണ്ട് ഫ്യൂവൽ സെല്ല് വളരെയധികം ഉപയോഗിക്കുന്നു? അപ്പോളോ സ്പേസ് ക്രാഫ്റ്റിലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ഇവന്റെ ഒരു കമ്പഷൻ റിയാക്ഷൻ ആണെങ്കിൽ കൂടി എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒന്നും നടക്കുന്നില്ല. കാരണം ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാകുന്നേ ഉള്ളൂ. എഫിഷ്യൻസി വളരെയധികം കൂടുതലായിരിക്കും. രണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതിന്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽ. ഒന്നാമത്തെ പ്രൈമറി സെൽസ് ചാർജ് ചെയ്യാൻ പറ്റും, സെക്കൻഡറി സെല്ല് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. 2 പ്രൈമറി സെൽ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല, സെക്കൻഡറി സെല്ലുകൾ എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റും. ആണ് റീചാർജ് ചെയ്യുമ്പോഴേക്കും അത് റിവേഴ്സ് പ്രോസസ് ആണ് നടക്കേണ്ടത്. അത് 2 ഡിഫറൻസ് ആണ്. അടുത്ത ചോദ്യം, ഇതും ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ? ഒന്ന്, ഈവൻ ദോ ഫ്യൂവൽ സെൽ ഇസ് എ കമ്പഷൻ റിയാക്ഷൻ, ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഹാർംഫുൾ കെമിക്കൽസ്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. 2, ഹൈ എഫിഷ്യൻസി ആണ്. ഒരു നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഗാൽവാനിക് സെല്ലുകളെ അപേക്ഷിച്ച് 70% വരെ എഫിഷ്യൻസി ഉണ്ട്. സാധാരണയുള്ളവർക്ക് 30-40 വരെ എഫിഷ്യൻസി ഉള്ളൂ, പക്ഷെ ഇവർക്ക് എഫിഷ്യൻസി കൂടുതലാണ്. ഇനി ഒരെണ്ണോടെ പറയുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്,
ഈസി ടു ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇത്രയാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. കെമിക്കൽ കൈനറ്റിക്സ് വളരെ ചെറുതല്ല, ചാപ്റ്റർ ചെറുതൊന്നും അല്ല, പക്ഷേ കൺസെപ്റ്റ് വൈസ് വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ കെമിക്കൽ കൈനറ്റിക്സിനകത്ത്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ റേറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് കെമിക്കൽ കൈനറ്റിക്സ്. കൈനറ്റിക്സ് റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കെമിസ്ട്രിയാണ്. അപ്പൊ നിങ്ങൾക്കൊരു റിയാക്ഷൻ തരികയാണ്. ഇവിടെ എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി എന്ന് കൊടുത്തു. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുന്നതിനനുസരിച്ച് എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ പതുക്കെ കുറയും. കാരണം സി ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പൊ റിയാക്ടന്റ് ഗ്രാജുവലി റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പൊ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇനിഷ്യലി 0 ആയിരുന്നെങ്കിൽ അത് ടൈം പോകുന്നതിനനുസരിച്ച് ഉണ്ടായി വന്നുകൊണ്ടേയിരിക്കും. അതായത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടന്റ് വിച്ച് ക്യാൻ കോൾ ഇറ്റ് ആസ് എ റേറ്റ് ഓഫ് റിയാക്ഷൻ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് R ഈക്വൽസ് ടു 1/A -1/A into dA/dt or -1/B into dB/dt. എന്തുകൊണ്ടാണ് മൈനസ് ഇട്ടത്? ഡിസപ്പിയറൻസ് കുറയാണ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് സൈഡിലാണെങ്കിലോ +1/C into dC/dt or +1/D into dD/dt. ഇത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനാണ്. ഇനി റേറ്റ് ലോ എക്സ്പ്രഷൻ, അതായത് എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി എന്ന് പറയുന്ന ഒരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്തു. ഈ റിയാക്ഷന്റെ റേറ്റ് കണ്ടുപിടിക്കുന്ന റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ് R ഈക്വൽസ് ടു കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു A⁻A ഇൻറ്റു B⁻B. അതില് ചെറിയ അക്ഷരം എ എന്നും ബി എന്നും പറയുന്നത് അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്, ബാലൻസ്ഡ് ഇക്വേഷനിലെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. അത് എല്ലായ്പ്പോഴും അതിന്റെ പവർ എക്സ്പെരിമെന്റൽ ഡിറ്റർമൈൻ ചെയ്യുന്ന പവറിന് തുല്യമായി വരണം എന്നില്ല. ഇതിപ്പം ബാലൻസ്ഡ് സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ അനുസരിച്ച് എഴുതിയിരിക്കുന്ന റേറ്റിന്റെ ലോ ആണ് R ഈക്വൽസ് ടു കെ ഇൻറ്റു A⁻A B⁻B എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും ചിലപ്പോൾ ഇതുപോലെ തന്നെ വരാം, എന്നാൽ മെജോറിറ്റി ഓഫ് റിയാക്ഷനുകളിലും എക്സ്പെരിമെന്റൽ റേറ്റ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റോഷിയോമെട്രി ഉപയോഗിച്ച് ബാലൻസ്ഡ് ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതുന്ന റേറ്റിന് തുല്യമായി വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇതിന്റെ റേറ്റ് എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. R ഈക്വൽസ് ടു കെ ഇൻറ്റു A⁻X B⁻Y. എക്സും വൈയും എക്കും ബിക്കും ചില റിയാക്ഷനിൽ തുല്യമായിരിക്കാം, ചില റിയാക്ഷനുകൾ തുല്യമാകാതെ വരും. അപ്പൊ എന്നിരുന്നാൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്പെരിമെന്റൽ ആയിട്ട് കിട്ടുന്ന ഈ റേറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. എക്സ്പെരിമെന്റൽ ആയിട്ട് കിട്ടുന്ന ഈ റേറ്റ് ലോയിൽ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷനിലെ റിയാക്ടന്റുകളുടെ റേസ് ചെയ്തൊരു പവർ ചെയ്തിട്ടുണ്ട് എക്സും വൈയും. ഈ രണ്ട് പവറുകളും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആ നമ്പറിനെ നമ്മൾ അതിന്റെ ഓർഡർ എന്ന് വിളിക്കും. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് A+B അല്ല, ഇറ്റ് ഈസ് X+Y. ഫോർ എക്സാമ്പിൾ, X 1 Y 2 ആണെങ്കിൽ 2 1 കൂട്ടി 3 ആയിരിക്കും അതിന്റെ ഓർഡർ, തേർഡ് ഓർഡർ റിയാക്ഷൻ. X 1 Y 0 ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എക്സും വൈയും രണ്ടും 1 ആണെങ്കിൽ ഇറ്റ് വിൽ ബി സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റേറ്റ് എക്സ്പ്രഷൻ എഴുതുന്നത് എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള റേറ്റ് എക്സ്പ്രഷൻ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ റേറ്റ് എക്സ്പ്രഷനിലുള്ള റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ റേസ് ചെയ്തിട്ടുള്ള പവറുകളായിരിക്കണം, അതിന്റെ സം ആയിരിക്കണം നിങ്ങൾ ഓർഡർ ആയിട്ട് എടുക്കാനുള്ളത്. ഇപ്പൊ രണ്ട് റിയാക്ടന്റുകളാണെങ്കിൽ മോളിക്കുലാരിറ്റി എന്ന് പറയാം, യൂണിമോളിക്കുലർ, ബൈമോളിക്കുലർ, ട്രൈമോളിക്കുലർ. ട്രൈയിൽ കൂടുതലുള്ളത് കോംപ്ലക്സ് റിയാക്ഷനുകളിൽ നമ്മൾ അത് പിന്നീടാണ് ട്രൈമോളിക്കുലാരിൽ കൂടുതൽ വരാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓർഡർ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതുമായിട്ട് എളുപ്പമാണ്. The rate of a reaction is a change in concentration of any one of the reactant or product in unit time. Express the rate of the following reaction in terms of reactant or product. NO ഗ്യാസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു 2NO2 ആയിട്ട് മാറി. അപ്പൊ അതിന്റെ റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, ആവറേജ് റേറ്റ് എന്നൊക്കെ പറയും. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈസ് ഈക്വൽ ടു -1/2, കാരണം ആ 2 എന്ന് പറയുന്നത് 1 പവർ ആയിട്ട് എഴുതണം. -1/2 dNO/dt. അല്ല എങ്കിലോ -d/dt of O2, or you can write it +1/2 dNO2/dt. അപ്പൊ ഈ രണ്ട് രീതിയിൽ അപ്പൊ റേറ്റ് എക്സ്പ്രഷൻ എഴുതാനായിട്ട് സ്ഥിരമായി സ്റ്റേറ്റ് എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. ഇനി അറിയേണ്ടത് സീറോ ഓർഡർ റിയാക്ഷനും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും. അതായത് ഓർഡർ 1 ആയിട്ടുള്ള റിയാക്ഷനുകൾ ഫസ്റ്റ് ഓർഡർ 2 ആണെങ്കിൽ സീറോ ഓർഡർ റിയാക്ഷൻ, അതായത് റേറ്റ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തതിനെയാണ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ വിളിക്കുന്നത്. R എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ
റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ ഡെറിവേഷൻ തുടങ്ങുന്നത്. ആർ റേസ് ടു 1 ആണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അതിന്റെ ഇന്റഗ്രേറ്റഡ് എക്സ്പ്രഷനും അതിന്റെ ടി ഹാഫ് ലൈഫ് പീരീഡും, അതായത് ഹാഫ് ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ടി ഹാഫും കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഓർത്തിരിക്കണം. കെ ഈക്വൽസ് ടു റേറ്റ് കോൺസ്റ്റന്റ് കെ ഈക്വൽസ് ടു R0 മൈനസ് ആർ ഡിവൈഡഡ് ബൈ ടി. R0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, ആർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സം ടൈം, ടി ടൈമിന് ശേഷമുള്ളത്, ഡിവൈഡഡ് ബൈ ടി. ഇനി ടി ഹാഫിന്റെ ഇക്വേഷൻ ആണ് R0 ഡിവൈഡഡ് ബൈ 2K. അതായത് ഒരു സീറോയുടെ റിയാക്ഷന്റെ ടി ഹാഫ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഇതുപോലെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും റേറ്റ് എക്സ്പ്രഷനും ഇന്റഗ്രേറ്റഡ് ഓർത്തിരിക്കണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രഷൻ ആണ് LNA. ഞാനിവിടെ ടി ഇട്ടിരിക്കുന്ന ഒരു ടി ടൈമിലുള്ളതെന്ന് അർത്ഥത്തില്ല. LNA ഈക്വൽസ് ടു മൈനസ് KT പ്ലസ് LNA0. ഇത് y ഈക്വൽസ് ടു mx പ്ലസ് c ആണ്. അപ്പൊ അതിന്റെ സ്ലോപ്പ് ഒക്കെ വെച്ചിട്ട് ഗ്രാഫ് ഒക്കെ ഉണ്ട്. ഇനി ഇതിന്റെ ടി ഹാഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് 0.693 ഡിവൈഡഡ് ബൈ കെ. അപ്പൊ അവിടെ കോൺസെൻട്രേഷൻ ടേമുകൾ ഒന്നും തന്നെ ഇല്ല. ടി ഹാഫ് ഈക്വൽസ് ടു 0.693 ഡിവൈഡഡ് ബൈ കെ. കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് ആണ് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി പറയുന്നത്. വളരെ എളുപ്പമാണ് ഈ ചാപ്റ്റർ പൊതുവെ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിസിസ് ഓഫ് ആൻ എസ്റ്റർ ഇൻ അസിഡിക് മീഡിയം ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. വാട്ട് യു മീൻ ബൈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? T half is equal to 0.693 divided by K. Half life period of a first order reaction is 20 seconds. T half വന്നിട്ടുണ്ട്. How much time will it take to complete 90% of reaction? 90% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 100 ആയിട്ട് എടുക്കുക. 90% റിയാക്ഷൻ തീർന്നു, ബാക്കി ഇനി മിച്ചം വരുന്നത് 10 ഉള്ളൂ. അപ്പൊ R0ക്ക് നമ്മൾ 100 കൊടുത്തു, ആറിന് പകരം 10 ഇട്ട് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എളുപ്പമാണ് ഉണ്ടോ? ഓർഡർ ഒന്നാകുന്ന റിയാക്ഷനുകളാണ്. അല്ലെങ്കിൽ R ഈക്വൽസ് ടു കെ ഇൻറ്റു ആർ റേസ് ടു 1 എന്ന ഇക്വേഷനോട് കൂടിയ റിയാക്ഷനുകളെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിളിക്കുന്നത്. ഇനി ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ആണ് 0.693 ഡിവൈഡഡ് ബൈ കെ എന്ന് പറയുന്നത്. ക്വസ്റ്റിനകത്ത് ടി ഹാഫ് വന്നിട്ടുണ്ട് 20 സെക്കൻഡ്. നമുക്ക് അതിൽ നിന്ന് കെ കണ്ടുപിടിക്കാം. കെ ഈക്വൽസ് ടു 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ് ഇട്ട് കഴിഞ്ഞാൽ കെ കണ്ടുപിടിക്കും. കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് 0.03465 സെക്കൻഡ് ഇൻവേഴ്സ്. ഫസ്റ്റ് ഓർഡർ അല്ലേ, അപ്പം സെക്കൻഡ് ഇൻവേഴ്സ് കെയുടെ യൂണിറ്റ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2.303 ബൈ ടി ഇൻറ്റു ലോഗ് R0 ബൈ ആർ. അപ്പൊ R0യുടെ സ്ഥാനത്ത് 100 ഇട്ട് കൊടുത്തു, ആറിന്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുത്തു. അപ്പൊ 100/10 അപ്പൊ 10 കിട്ടും. ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. 2.303 ഡിവൈഡഡ് ബൈ 0.03465 ലോഗ് 10 1 ആണ്. ആൻസർ കിട്ടി 66.46 സെക്കൻഡ് എന്ന്. എളുപ്പമാണ് ഇതിന്റെ ന്യൂമറിക്കൽസ്. വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യം കൂടിയാണിത്. അടുത്തത് ഈ ചാപ്റ്ററിലെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ഇക്വേഷൻ. അതായത് റേറ്റിനും ടെമ്പറേച്ചറും നമ്മുടെ ഡിപ്പെൻഡന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്. നമ്മൾ അതിനെ അറീനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കും. അറീനിയസ് ഇക്വേഷന്റെ സിമ്പിൾ ഫോം ആണ് കെ ഈക്വൽസ് ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ആർ ടി. അതിലെ ഇ എന്ന് വിളിക്കുന്നതിനെ നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കും. ഇനി അതിന്റെ ലോഗ് ഫോം ആണ് ലോഗ് കെ ഈക്വൽസ് ടു, രണ്ട് സൈഡിലും ലോഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ലോഗ് കെ ഈക്വൽസ് ടു ലോഗ് എ ഇൻറ്റു മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ടി. ഇത് y ഈക്വൽസ് ടു, ശരിയല്ലേ, എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷന്റെ ഫോർമാറ്റില്ല. y ഈക്വൽസ് ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്നത്. y ആക്സിസിൽ ലോഗ് കെ എടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ 1/t എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗ്രാഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പോട് കൂടി ഗ്രാഫാണ്. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ആണ്. ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലോഗ് എ ആയിരിക്കും. അറീനിയസ് ഇക്വേഷൻ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് വ്യത്യസ്ത റേറ്റ് കോൺസ്റ്റന്റുകളും രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചറുകളും തരിക. K1 K2 എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത റേറ്റ് കോൺസ്റ്റന്റുകളും T1 T2 എന്ന് പറയുന്ന അതാത് ടെമ്പറേച്ചറുകളും തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് അങ്ങനെയുള്ള റിയാക്ഷനുകളുടെ ഇ എ കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ ഈ റിലേഷൻ ഉപയോഗിക്കാം. ലോഗ് K2 ബൈ K1 ഈക്വൽസ് ടു ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു T2. രണ്ട് ടെമ്പറേച്ചറും തരും, രണ്ട് കെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഉപയോഗിക്കാം. ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽസ് സ്ഥിരമായി വരാറുള്ളതാണ്.
ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റേറ്റ് ഓഫ് റിയാക്ഷൻ is given by Arrhenius equation. Write Arrhenius equation. അറിയാം, K equals to A into E raised to minus EA divided by RT. Simplified form എഴുതിയാൽ മതി. Define activation energy. എന്താണ് activation energy എന്ന് പറയുന്നത്? അത് കണ്ടുപിടിക്കാനുള്ള ഒരു ന്യൂമറിക്കലുമാണ്. അത് K1 ഉം K2 രണ്ട് ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ Arrhenius equation എന്താണ് എഴുതി? ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആക്ടിവേഷൻ എനർജി? It is the minimum amount of energy. It is the minimum amount of energy required for effective collision during a reaction. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി ഇഫക്റ്റീവ് കൊളിഷൻ നടക്കാൻ വേണ്ടി ആവശ്യമായ മിനിമം എനർജിയാണ് ആക്ടിവേഷൻ എനർജി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. log K2 by K1 equals to EA divided by 2.303 R T2 minus T1 divided by T2 T1. അപ്പോൾ T1ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 300 കെൽവിൻ, T2ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 310 കെൽവിൻ. ശരിയല്ലേ? K1നെ ഞാൻ X എന്ന് കൊടുത്തു. അപ്പൊ K2 എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടിയാകുന്ന ക്വസ്റ്റൻ തന്നിരിക്കുന്നത്. അപ്പൊ 2X ഇട്ട് കൊടുത്തു. ആറിന്റെ വാല്യൂ 8.314 ജൂൾസ് പെർ കെൽവിൻ പെർ മോളാർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലോഗ് K2 ലോഗ് 2X by X. അപ്പൊ X കട്ട് ചെയ്ത് പോയി. ലോഗ് 2 എന്ന് പറഞ്ഞാൽ 3.3010 അറിയാം. EA divided by 2.303 into 8.314 310 minus 300 which was 10. 10 divided by 300 into 310. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ലോഗ് 2ന്റെ വാല്യൂ 0.3010 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കുറച്ചെണ്ണത്തിന് ലോഗ് വാല്യൂ അറിഞ്ഞിരിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇയുടെ വാല്യൂ കിട്ടി 53598 53,598 ജൂൾസ് പെർ മോൾ എന്ന് നമുക്ക് ആൻസർ വരും. അപ്പൊ ഇത്രയും ഭാഗമാണ് കൈനറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് 3 കെമിസ്ട്രിയുടെ ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററുകളാണ് പറഞ്ഞിരുന്നത്. ഒന്നാമത്തത് സൊല്യൂഷൻ കെമിസ്ട്രി. സൊല്യൂഷൻ കെമിസ്ട്രിക്കകത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതെല്ലാം ഓർത്തിരിക്കണം. രണ്ടാമത്തത് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഒരു ഭാഗം കൂടിയാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കെമിക്കൽ കൈനറ്റിക്സ്. വളരെ കുറച്ച് മാത്രം പഠിക്കാനുള്ളൂ, എന്നാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് കിട്ടുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഫിസിക്കൽ കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ്. 6, 6, 12, 7, 19 മാർക്ക് വരെ, 19 മുതൽ 20 അതിൽ കൂടെ ഓർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 3 ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററുകൾ. ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററുകൾ കുറച്ച് വലിച്ച് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. കുറേ ഇനോർഗാനിക് കൺസെപ്റ്റുകൾ. ഇവിടെയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി. ഓർഗാനിക് അറിയാം, റിയാക്ഷൻസ് ഒക്കെ ഒത്തിരി പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഫിസിക്കലിന്റെ 3 ചാപ്റ്ററും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ നിർബന്ധമായിട്ടും ആദ്യത്തെ 3 ചാപ്റ്ററുകൾ സൊല്യൂഷൻ കെമിസ്ട്രിയും ഇലക്ട്രോ കെമിസ്ട്രിയും കെമിക്കൽ കൈനറ്റിക്സും പഠിക്കുക. വൃത്തിയായ ശേഷം പഠിക്കുക. 3 ചാപ്റ്ററുകളുടെയും ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതായി എന്ന് തോന്നുന്നു, പ്രതീക്ഷിക്കുന്നു. നന്നായി പഠിച്ച് ബോർഡ് എക്സാമിനേഷന് ഏറ്റവും നല്ല മാർക്ക് കരസ്ഥമാക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.